നീറ്റില്ലാതെ MBBS പഠനം സാധ്യമാണ് എന്നുള്ളൊരു പ്രചാരണം നിലവിലുണ്ട്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ നിംഷാദാണ്. ഏകദേശം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് 17 വർഷത്തിലധികമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നീറ്റ് പരീക്ഷ എഴുതാതെ MBBS പഠനം സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നീറ്റില്ലാതെ വിദേശ രാജ്യങ്ങളിൽ, വിദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള കൺട്രീസിൽ നമുക്ക് MBBSന് അഡ്മിഷൻ സാധ്യമാണ്, ഈവൻ UAE വരെ. പക്ഷേ NMCയുടെ ഗൈഡ് ലൈനിനനുസരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീറ്റ് കമ്പൽസറി ആയിട്ടുള്ളത്. ഈ നീറ്റ് 5 വർഷം അല്ലെങ്കിൽ 6 വർഷ പഠന കാലയളവിൽ എഴുതിയാൽ മതി എന്നുള്ളൊരു തെറ്റായ ധാരണ പേരൻസിനും സ്റ്റുഡൻസിനും ഉണ്ട്. അതിന് മെയിൻ കാരണം ഇപ്പോൾ ഈ രംഗത്തുള്ള കൺസൾട്ടൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. അത് തെറ്റാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഇത് ഒരു 5 years അല്ലെങ്കിൽ 6 years പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റുഡന്റ് ഇത് അറിയുന്നതെങ്കിൽ അവരുടെ ഒരു കരിയർ, ഇഫ് അവർക്ക് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ആ പ്രചാരണം തെറ്റാണ് എന്ന് മാത്രമല്ല, അതിന്റെ ഗുണഭോക്താവ് ആരാണ്? ഇതിന്റെ ഗുണഭോക്താക്കൾ ഒരുപാട് നമ്മളെ പോലത്തെ കൺസൾട്ടൻസ് ആണ്. കാരണം വിദേശത്തോട് സ്റ്റുഡൻസിനെ പല യൂണിവേഴ്സിറ്റിയിലും പല രാജ്യത്തും അയക്കുന്ന കൺസൾട്ടൻസും അതുപോലെ വിദേശത്തുള്ള മെഡിക്കൽ കോളേജസുമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. അപ്പം പൂർണ്ണമായും തെറ്റാണത്? പൂർണ്ണമായും തെറ്റാണ്. മാത്രമല്ല അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു നീറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടത് വിദേശത്ത് അല്ലെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം നീറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടത്. മാത്രമല്ല അതിന് NMC ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നീറ്റ് സ്കോർ വിദേശത്തോട്ട് MBBSന് പോകാൻ വേണ്ടി 3 വർഷത്തേക്ക് വാലിഡ് ആണ്. ഓക്കെ, അപ്പം നീറ്റ് എക്സാം എഴുതി അത് നമ്മൾ ക്വാളിഫൈഡ് ആയി 3 വർഷം വരെ അത് വാലിഡ് ആണ്. 3 വർഷം വരെ നിങ്ങൾക്ക് പുതിയൊരു നീറ്റ് എഴുതാതെ വിദേശത്തോട്ടുള്ള മെഡിക്കൽ കോളേജസിൽ പോയി തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പോകുന്നതിന് മുന്നേ നീറ്റ് ക്വാളിഫൈഡ് ആയിരുന്നെങ്കിൽ NMC പറഞ്ഞിട്ടുള്ള അന്ന് എന്താണോ എക്സാം ഉള്ളത്, ഇപ്പോൾ അത് FMG ആണ്, ഇനി ഇവർ പഠിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് നെക്സ്റ്റ് ആവാം, ആ ഒരു എക്സാം എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോകുന്നതിന് മുന്നേ നീറ്റ് പാസ്സായിരിക്കണം. ഓക്കെ, നീറ്റ് ക്വാളിഫൈഡ് അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? നീറ്റ് ക്വാളിഫൈഡ് അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും. UAE-ലും പറ്റും. പക്ഷേ അതായത് കൺട്രീസിലെ ലൈസൻസിങ് എക്സാമിനേഷൻ അവർ പാസ്സായിരിക്കണം. അപ്പൊ അതിന് അതൊരു വൈഡ് ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ UAE-ലെ ലൈസൻസിങ് റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് 2 വർഷത്തെ എനി കൺട്രി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ച കൺട്രിയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയിൽ പോകുന്നില്ല, ഞങ്ങൾ UAE-ൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വർക്കിംഗ് എക്സ്പീരിയൻസ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട്. 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് റിക്വയർഡാണ്. നീറ്റ് ഇല്ലാതെ MBBS പഠനം പൂർത്തിയാക്കി പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമുക്ക് പിന്നെ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? അതാണ് ഇതിലുള്ള ഒരു ചലഞ്ച്. അപ്പൊ അത് ആരും രക്ഷിതാക്കളും സ്റ്റുഡൻസും മനസ്സിലാക്കുന്നില്ല. ചില രക്ഷിതാക്കൾ ഇത് അറിഞ്ഞിട്ടും സ്റ്റുഡൻസിനെ വിടുന്നുണ്ട്. ചില രക്ഷിതാക്കളും കുട്ടികളും ഇത് അറിയാതെ പോകുന്നവരുണ്ട്. ഇത് രണ്ടുപേരും ഇത് സഫർ ചെയ്യേണ്ടി വരുന്നത് ഇവരൊരു മെഡിസിൻ 6 years 5 years കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ശേഷമായിരിക്കും. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല പരസ്യ പ്രചാരണങ്ങളിലും പെടാതെ ഇതിൻ്റെ കൃത്യമായുള്ള ഡീറ്റെയിൽ നിങ്ങൾ പരിശോധിക്കണം, മനസ്സിലാക്കണം. എന്തായാലും ഡോക്ടർ നിംഷാദിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറികൾ ഉണ്ടെങ്കിൽ ഡോക്ടർ നിംഷാദിനെ വിളിക്കാവുന്നതാണ്.